ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ ടഫയുടെ മറ്റൊരു അടിപൊളി അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ പറമ്പൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ലാസ്റ്റ് വീക്ക് നമ്മൾ നമ്മുടെ മാങ്ങ പഴിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇത് ഞങ്ങളുടെ ഒരു ഞായറാഴ്ചത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. കഴിഞ്ഞ ഒരു ഞായറാഴ്ച ഞങ്ങളിങ്ങനെയൊക്കെ തോട്ടത്തിൽ ഇറങ്ങുകയും അവിടുത്തെ തേങ്ങയും കരിക്കും മാങ്ങയും പിന്നെന്താണ് സാത്തുക്കുടി എല്ലാം പിച്ചുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ അച്ഛൻ നമ്മുടെ ഇവിടെ ഒരു ചെന്തെങ്ങ ഉണ്ട് കേട്ടോ. ഒരു ചെന്തെങ്ങേ ഉള്ളൂ. അപ്പം അതിനകത്ത് കരിക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ പിച്ചും, പിന്നെ കുറേയൊക്കെ അങ്ങ് ഉണങ്ങിപ്പോവും. ഇത് വന്നിട്ട് നമുക്ക് തേങ്ങ ആയിക്കഴിഞ്ഞാൽ ഒന്നും യൂസ് ചെയ്യില്ല, വെറുതെ വേസ്റ്റായിട്ട് പോകത്തേ ഉള്ളൂ. തേങ്ങ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങ ആവുന്നതിന് മുമ്പ് കരിക്ക് പിച്ചാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. തോട്ട വെച്ചിട്ട് എനിക്ക് അടത്താൻ അറിയാം. ഞാൻ ചെയ്യും, പിന്നെ അച്ഛൻ ചെയ്യും, ഹരീഷ് ചെയ്യും. ഞങ്ങൾ 3 പേരാണ് ഇവിടുത്തെ തേങ്ങ അടപ്പുകാർ. പിന്നെ തേങ്ങയൊക്കെ അടത്ത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി. താഴെയാണ് നമ്മുടെ മാങ്ങ വന്നിട്ട് നമുക്കിവിടെ 4 ഇനം ഉണ്ട് കേട്ടോ. റുമാനിയ ഉണ്ട്, ഇത് റുമാനിയാണ് കേട്ടോ, നല്ല ഉണ്ടയായിട്ട് നിൽക്കുന്ന മാങ്ങയാണ്. റുമാനിയ ഉണ്ട്, അൽഫോൻസ ഉണ്ട്, പിന്നെ ബംഗ്രാപ്പള്ളി ഉണ്ട്, പിന്നെ നീലം മാങ്ങ വന്നിട്ട് ശരത്തിൻ്റെ കുഞ്ഞയുടെ വീട്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് ഈ 3 ഇനമാണ് നമ്മുടെ പറമ്പിലുള്ളത്. അപ്പോൾ അതേ റുമാനിയ മാങ്ങ കണ്ട അച്ഛൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ ഏതാണ്ട് വിളഞ്ഞു തുടങ്ങിയതാണ് കേട്ടോ. മിക്ക മാങ്ങയും നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ മേൽഭാഗം ഒരുവിധം മഞ്ഞ നിറത്തോടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പിച്ചിയത്. ഒരുപാട് താമസിച്ചു പോയി കേട്ടോ പിച്ചിയപ്പോഴത്തേക്കും. കണ്ട നല്ല വിളഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതേ ശരത്ത് ഫുൾ സെറ്റപ്പിലാണ്, തലയിൽ തുണിയൊക്കെ കെട്ടി. ബിക്കോസ് നമ്മൾ ഇപ്പം മാവിൽ കയറുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ കണ്ടോ വിളഞ്ഞിരിക്കുന്നതുണ്ടോ, മറ്റേ കയ്യിലിരിക്കുന്നത് നല്ല പഴുത്ത് തുടങ്ങിയ മാങ്ങ കേട്ടോ. അപ്പോൾ പറഞ്ഞ തലയ്ക്കെട്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഇതുണ്ടല്ലോ, നമ്മുടെ മാങ്ങ അല്ല, സാത്തുക്കുടി അല്ല, പിന്നെ സപ്പോട്ടയിൽ കയറുമ്പോഴത്തേക്കും അതിന് ഭയങ്കര കറയാണ്. അതിൻ്റെ ഇല പൊട്ടിയാലും അല്ലെങ്കിൽ നമ്മളെ പഴം അതിനകത്ത് നിന്ന് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കറയാണ്. ആ കറ നമ്മുടെ മുടിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് തലയിൽ ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് പുള്ളി ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതേ മാവിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയായിട്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങനെ വലിയ മാവോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീട്ടിൽ മാവുള്ളതും നമ്മൾ മാങ്ങാ പിച്ചുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ദൈവം അറിഞ്ഞു തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങോട്ടേക്ക് ലൈഫ് കൊണ്ടെത്തിച്ചത്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ പരിപാലനം ഞാൻ മുന്നേ തന്നെ പറയുമല്ലോ, എനിക്കങ്ങനെ ഗാർഡനിങ് അങ്ങനെ ഒരു ക്രേസ് അങ്ങനെയൊന്നും ഉള്ള ആളല്ല. പക്ഷെ എനിക്കിങ്ങനെ മാങ്ങയൊക്കെ പിച്ചാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. ദേ സായിക്കുട്ടി അങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഒരു ഇത് നിറഞ്ഞിട്ടുണ്ട്, ഒരു ബക്കറ്റ് നിറഞ്ഞു, അടുത്ത ബക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേ ഇത് നമ്മുടെ ഒരു പാർട്ടീഷനുണ്ട്, കുഞ്ഞയുടെ സ്ഥലവും ഞങ്ങളുടെ സ്ഥലവും. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ സാത്തുക്കുടി പിച്ചുന്നത്. സാത്തുക്കുടി എന്ന് വെച്ചാൽ നമ്മുടെ മുസാമ്പി അല്ലെങ്കിൽ സ്വീറ്റ് ലൈം എന്നൊക്കെ പറയുന്ന ഐറ്റം. അത് അവിടെ നിന്ന് ഇങ്ങനെ പിച്ചാം. അമ്മ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. ഒരു ശിഖരം പിടിച്ച് ഒരു തോട്ടം കൊണ്ട് താത്തി വെച്ചേക്കാണ്. അപ്പോൾ ശരത്തന്നെ അന്ന് പിച്ചുന്നു, അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു, സായിക്കുട്ടി അവിടെ നിന്ന് വായി നോക്കുന്നു. ഇതാണിപ്പോൾ നടക്കുന്ന സീൻ. അപ്പോൾ ദേ ഇത് ഭയങ്കര എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും അമ്മയും ഹരിയും ഞാനും ആവയും കൂടി ഇങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങ് അവിടെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് മോസ്റ്റ്ലി ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഈ ശരത്ത് മാങ്ങ പിച്ചേൻ്റെ കൂടെ തന്നെ നിറയെ ഇത് കിട്ടിയിട്ട് നമുക്ക് മാവിൽ തന്നെ നിറയെ പാഷൻ ഫ്രൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പാഷൻ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി ഇവർ വരുമ്പോഴത്തേക്കും അതെല്ലാം സെറ്റാക്കി വയ്ക്കും. അപ്പോൾ പിന്നെ താഴെ അച്ഛൻ നമ്മൾ അടർത്തിയ കരിക്കൊക്കെ ചെത്തി നല്ല രസമാണ്, ഒരു വൈബാണ് രാവിലെ ആ സംഭവത്തിന്. ഈ ഗാർഡനിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല വൈബാണ്. പക്ഷേ എനിക്ക് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ജോലി ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ ചുമ്മാ ഇറങ്ങാനൊക്കെ നല്ല സുഖം. തൂത്തുവാരുക, പിന്നെ തീ കത്തിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നാമത് തലവേദന എടുക്കും, ഭയങ്കര പെട്ടെന്ന് തലവേദന എടുക്കും ചൂടും വെയിലൊക്കെ അടിച്ചാൽ. അങ്ങനെ ഞാൻ അങ്ങനെ അവസാനം നിങ്ങളെ കാണിച്ചതാണ് ഇവിടെ എന്താണ് അവസ്ഥ നടക്കുന്നതെന്ന്. സൈഡിൽ തീ ഇടും കേട്ടോ. 2-3 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കരിയിലയും കാര്യങ്ങളൊക്കെ ആകും. അപ്പോൾ അതെല്ലാം കൂടെ തൂത്തുവാരിട്ട് പണിക്ക് ആളെ കിട്ടുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിയെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ കൊണ്ടുപോകുന്നത് ശരത്ത് കൊണ്ടുപോവാണ്. 2 ബക്കറ്റിലായിട്ട് നമുക്ക് മാങ്ങ കിട്ടി. ഇതിനകത്ത് മാങ്ങ മാത്രമല്ല, മാങ്ങയുണ്ട്, പിന്നെ സാത്തുക്കുടിയുണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് ശരത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. കണ്ടോ താഴെ കിടക്കുന്നുണ്ട് നമ്മുടെ ചെന്തെങ്ങിൻ്റെ കുലയാണെങ്കിൽ ആടും എന്ന് പറയത്തില്ലേ, അതേ ചെന്തെങ്ങ്.
അപ്പോൾ ദേ ചെന്തെങ്ങിൽ നിന്ന് നല്ല കരിക്കൊക്കെ അടത്തിയിട്ടുണ്ട്. ഈ ചെന്തെങ്ങിൽ നിന്ന് കരിക്കടത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ലൈക്ക് ചിലത് വന്നിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. എളുപ്പമുള്ളതാണെങ്കിൽ ആ താഴെ വരുമ്പോൾ അപ്പോഴേ ചെന്നം പിന്നെ പൊട്ടിപ്പോകും. ഒരുപാടായി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. ഇത് കണ്ടത് താഴെ കിടക്കുന്നൊരു മാങ്ങ, അത് ഞാൻ അവിടെ നോക്കി വെച്ചേക്കുമായിരുന്നു എനിക്ക് പിച്ചാനായിട്ട്. അപ്പോൾ അതിങ്ങനെ പിച്ചിട്ടൊക്കെ പിച്ചെടുത്തു. അപ്പോൾ ദേ എല്ലാം കൊണ്ട് നമ്മൾ കിച്ചൻ്റെ അവിടെ ആയിട്ട് കൊണ്ടുവച്ചു. അതിനകത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാഷൻ ഫ്രൂട്ട് മാത്രം ഒന്ന് തരം തിരിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ അങ്ങ് ജ്യൂസാക്കുമെന്ന് വെച്ചാൽ ഒരു 2 ലിറ്റർ 3 ലിറ്റർ ജ്യൂസാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കുടിക്കാം. ഇല്ല നിങ്ങൾ കട്ടിക്ക് അരച്ച് അധികം വെള്ളം ചേർക്കാണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണ്ട് സ്ക്വാഷൊക്കെ കലക്കത്തില്ല, അതുപോലെ കുറച്ചെടുത്ത് അല്പം വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കുരുവും എല്ലാം ചേർത്ത് അകത്തുള്ളതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. എടുത്തതിന് ശേഷം അതൊന്ന് നമ്മുടെ സ്ട്രെയിനർ ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കും. അത് കുറച്ച് ടൈം ടേക്ക് ചെയ്യാം. നമുക്ക് കുറച്ചൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചത് ഇത് കണ്ടോ, ഈ നമ്മുടെ അരച്ചതിൻ്റെ ബാക്കി ഇത്ര മാത്രമേ വരൂ. 0 വേസ്റ്റേജ് എന്ന് പറയാം. നമുക്ക് വേറെ ഒന്നും തന്നെ വേസ്റ്റ് ആവില്ല. നമ്മുടെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, നല്ല കലക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ. കുടിക്കാനും നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് അത്. പാഷൻ ഫ്രൂട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ജ്യൂസാണിപ്പോൾ. അപ്പോൾ ദേ 2 കുപ്പി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനൊക്കെ താഴെ നിന്ന് കയറി വരുമ്പോഴത്തേക്കും കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. തിരിച്ച് വരുമ്പോഴത്തേക്കും എടുത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അതേ ജ്യൂസ് എല്ലാം സെറ്റ് ചെയ്തു. അവരിപ്പോഴും താഴെ തന്നെയാണ്. അപ്പോൾ എനിക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് ഞാൻ ദേ ജോലിക്ക് കയറാനായിട്ടൊന്ന് സെറ്റ് ആവുകയാണ്. എപ്പോഴും നമ്മൾ ജോലിക്കൊക്കെ കയറുമ്പോഴത്തേക്കും വെറുതെ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പോലും ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചില ദിവസങ്ങൾ ഇരിക്കുമായിരുന്നു കേട്ടോ. ലൈക്ക് വർക്ക് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഓഫീസിൽ പോകുന്ന ഒരു ലുക്കിലൊന്നും അല്ലാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ആയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആ ഒരു നമ്മളൊരു ഓഫീസ് ഗെറ്റപ്പിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രഷ് ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു സാരിയൊക്കെ എടുത്തെടുത്ത് ഇത് വന്നിട്ട് ഞാൻ നോർമലി ചെയ്യുന്നത്, എപ്പോഴും ഞാൻ കാണിക്കാറില്ല, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുഖത്ത് ആദ്യം സൺസ്ക്രീൻ ലോഷൻ ഇടും. അതിന് ശേഷം നമ്മൾ കൺസീൽ ചെയ്യുക, ചെറുതായിട്ടുള്ള പാച്ചസും അതും ഇതും എല്ലാം ഒന്ന് കൺസീൽ ചെയ്തിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നു. പിന്നെ ലിപ് ലൈനർ, ലിപ്സ്റ്റിക്, ഐ ലൈനർ, പിന്നെ ഒരു പൊട്ട്. അത്രയൊക്കെ തന്നെയാണ് എൻ്റെ റെഗുലർ മേക്കപ്പ്. അപ്പോൾ ഇതേ ലിപ് ലൈനർ കൊടുക്കുന്നുണ്ട്. ഇതെപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലേ. നമുക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് നോട്ട് ലൈക്ക് നമുക്ക് മറ്റുള്ളവരെ കാണിക്കില്ല, നമ്മളെ എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനാണോ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ നല്ല രീതിയിൽ ഞാൻ ഡ്രസ്സപ്പ് ചെയ്ത് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നത്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ഹെയർ ചെയ്യുന്നത്, മേക്കപ്പ് യൂസ് ചെയ്യുന്നത്, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം പേടിച്ചിരുന്നൊരു കാലമുണ്ട്. പേടിയെന്നല്ല, എനിക്കൊരു എന്താ പറയുക, നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ ഒന്ന് പിന്നോട്ട് നിൽക്കും. ബിക്കോസ് ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നുള്ളൊരു പേടി കാണാൻ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇത്രയും ഒരുങ്ങാൻ പറ്റില്ല. കാരണം ഒരുങ്ങാം, പക്ഷേ അവിടെ നമ്മൾ അധികം ആൾക്കാർ ആരും തന്നെ ഇങ്ങനെ ഒരുങ്ങിയൊന്നും കാണത്തില്ല. ഇത്രയും ലിപ്സ്റ്റിക്കൊന്നും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് സുപരിചിതമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇടുന്നവർ കാണും, പക്ഷേ അത്ര ഈ രീതിക്കൊന്നും ഇട്ടുകൊണ്ട് ആരും ഇറങ്ങാറില്ല പുറത്തേക്ക്. അപ്പം നമ്മൾ അവിടെ ഒരു ഓഡ് വൺ ഔട്ട് ആവുന്ന പോലെ തോന്നും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ചെന്നൈയിൽ ഞാൻ ഈ രീതിയിൽ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങാറുള്ളത്, വർക്കിന് പോകുമ്പോഴത്തേക്കാണെങ്കിലും. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആണല്ലേ, നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ഇഷ്ടമുള്ള വസ്ത്രം ഇടുക, ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഒരുങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമായി എന്ന് പറയൂ കേട്ടോ. എന്നോട് ആരായിരുന്നു, ഐ തിങ്ക് വൈഗ, നമ്മുടെ സബ്സ്ക്രൈബർ വൈഗയാണെന്ന് തോന്നുന്നു ചോദിച്ചത്, സാരി ലുക്ക് ഒന്ന് ചെയ്യാവോ ചേച്ചിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണെടാ ഞാൻ ചെയ്യുന്നത്. ഈ തുറക്കാൻ ശ്രമിക്കുന്നത് പൊട്ടാണ് കേട്ടോ. ഞാൻ പൊതുവേ വലിയ പൊട്ടിടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വലിയ പൊട്ട്, കാരണം എൻ്റെ നെറ്റി അതിന് വേണ്ടിയിട്ടുണ്ട്. ഭയങ്കര വിശാലമായ ഒരു നെറ്റിയാണ്. അതുകൊണ്ട് മോസ്റ്റ്ലി ഐ പ്രിഫർ ബിഗ്. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൂടി ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ വലിയ പൊട്ടിട്ടില്ല, പകരം ഒരു ചെറിയ പൊട്ടിട്ടു. കാരണം നമ്മൾ ഇപ്പോൾ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഭയങ്കര വലുതായിട്ടുള്ളൊരു കമ്മലൊക്കെയാണ് ഇടുന്നതെങ്കിൽ ബെറ്റർ യു ക്യാൻ ഗോ ഫോർ എ കുട്ടി ബിന്ദി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ദിവസം എന്താ പറയുക, കുറച്ച് ഗാർഡൻ വിശേഷങ്ങളും പിന്നെ കുറച്ച് ഒരുങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എഗെയിൻ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് കേട്ടോ. അതെല്ലാം നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.